നമസ്കാരം ട്ടാ. കൊച്ചിയില് ആൺ സുഹൃത്തുമായി ചുറ്റിക്കറങ്ങി നടന്ന യുവതിയും സുഹൃത്തും ആളൊഴിഞ്ഞ കോണിൽ പോയി ഒരു അല്പനേരം സംസാരിച്ചിരിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ കോണിലേക്ക് പോവുകയും അവിടെ വച്ച് 3 പേര് ഈ ആൺ സുഹൃത്തിനെ മർദ്ദിച്ച് അവശനാക്കിയതിനു ശേഷം ഈ പെൺകുട്ടിയെ അതിക്രൂരമായി 3 പേര് ചേർന്ന് അതിക്രൂരമായി പീഡിപ്പിക്കുകയും ആ കുട്ടി പരിപൂർണ നഗ്നയായി അവിടെ നിന്നും ഇവരുടെ കയ്യിൽ നിന്നും കുതറി ഓടി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യണ്ട. എന്നാൽ അങ്ങ് യുപിയിലോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇവിടെ ഭയങ്കരമായ അടുപ്പുകൂട്ടി ചർച്ചകൾ നടന്നേനെ. നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയാൻ കേരളത്തിൽ ഒരു മാധ്യമം പോലും എടുക്കാനില്ല. ഏറ്റവും അവസാന ഒരു നിഷ്പക്ഷ മാധ്യമം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു ചാനലുണ്ടല്ലോ, അതിപ്പോൾ പിഗ് ടി വി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിഷ്പക്ഷമെന്ന് പറയാൻ കഴിയില്ല. അതൊരു കോൺഗ്രസ് നേതാവിന്റെ സഹോദരന്റെയോ അളിയന്റെയോ ഒക്കെ ചാനലാണ്. അതുകൊണ്ട് അതിനെ നിഷ്പക്ഷമെന്ന് പറയാനില്ല. നിഷ്പക്ഷമായി ഒരു മാധ്യമങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നത് തന്നെയാണ് സത്യം. മാധ്യമധർമ്മം എന്നത് അവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടി നഗ്നയായി ഇറങ്ങി ഓടി, ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ഓടിയിട്ട് അതിവിടെ ഒരു സൈഡിൽ കൂടി ഒരു വാർത്ത പറഞ്ഞു പോകുന്നത് പോലെ പറഞ്ഞു പോയതല്ലാതെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? യുപിയിലെയും മണിപ്പൂരിലെയും ഒക്കെ പെൺകുട്ടികളുടെ മാനത്തിന് മാത്രമേ ഇവിടുത്തെ മാധ്യമങ്ങൾ വില കൽപ്പിക്കുന്നുള്ളൂ. ഈ അടുത്തിടെയായി ഇങ്ങനെയുള്ള പരാക്രമങ്ങൾ അതിക്രമിച്ചു വരികയാണ്. കഴിഞ്ഞ പിണറായി വിജയൻ ഭരിച്ച 10 വർഷം കൊണ്ട് കഞ്ചാവും മയക്കുമരുന്നും MDMA ഉപയോഗങ്ങൾ കൂടിയതല്ലാതെ, അതിനുള്ള ഉപഭോക്താക്കളും കൂടിയതല്ലാതെ ഇതിന് യാതൊരു ശമനവുമില്ല. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അമ്മയെ വരെ വെട്ടി കൊലപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ഒരു സംഭവമാണ് വെഞ്ഞാറമൂട് തേമ്പാമൂട്ടിൽ നടന്നത്. അതിൽ ഉള്ള പല സംഭവങ്ങളും ഉണ്ട്. രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ളത് കൊണ്ടും അവർ സാമ്പത്തികമായി ഉന്നതരായതുകൊണ്ടും പല വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അമ്മയെ വരെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങി എത്ര പേരെയാണ് വെട്ടി കൊലപ്പെടുത്തിയത്? ഒരു സാമാന്യ ബോധമുള്ളവൻ ഇങ്ങനെ ചെയ്യൂ? ഇതൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന് യാതൊരു സംശയവുമല്ല. ഇതിന് തടയിടാൻ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴക്കൂട്ടത്ത് പിടിക്കപ്പെട്ടതാരാണ്? സ്പായിൽ ജോലി നൽകാൻ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരു കുട്ടിയെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു സഖാവാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പീഡനം ആര് നടത്തിയാലും പീഡനം തന്നെയാണ്. അത് സഖാവെന്നില്ല, BJP കാരനെന്നില്ല, കോൺഗ്രസ്സുകാരനെന്നില്ല. പക്ഷെ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാനോ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനോ ഇവിടെ ആരും തന്നെ ഇല്ല. നാഥനില്ല, കളരി പോലെയായി മാറിയിരിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇതുപോലെ നടന്നാൽ അങ്ങോട്ട് നോക്കി കുരയ്ക്കുന്ന നായകൾ, സാംസ്കാരിക നായകൾ, അവരുടെയൊക്കെ വായിൽ അണ്ണാക്കിൽ പിരിവെട്ടിയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവിടെ പോയി മറ്റേ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അമ്മച്ചി ഉണ്ടല്ലോ, ആ അമ്മച്ചിയുടെ പേരെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ആ അമ്മച്ചി ഇപ്പം മിണ്ടുന്നില്ലല്ലോ. ഇത്ര ഒരു സംഭവം നടന്നിട്ട് ആ അമ്മച്ചിയൊന്നും ഇപ്പൊ രംഗത്ത് കാണുന്നില്ലല്ലോ. സാംസ്കാരിക കേരളം ലജ്ജിച്ച് തല താഴ്ത്തണം.